പരമം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം. പരമ എന്ന് പറഞ്ഞാലോ ശ്രേഷ്ഠമായ. പരമാർത്ഥം എന്ന് പറഞ്ഞാലോ പരമ അർത്ഥം, പരമ സത്യം, ഏറ്റവും ശ്രേഷ്ഠമായ അർത്ഥം. ഏറ്റവും ശ്രേഷ്ഠമായ അർത്ഥം എന്ന് പറഞ്ഞാലോ പരമ സത്യം. ആദ്യം നമുക്ക് പരമാണുവിൽ തൊട്ട് തുടങ്ങാം. പരമാണു, പരമ അണു, അതാണ് പരമാണു. ത്രസരേണുവിൽ 30 പങ്ക്, ഏറ്റവും ചെറുതായ, അവിഭാജ്യമായിട്ടുള്ള, വിഭജിക്കാൻ പറ്റില്ലാത്ത, അതായത് പരമശിവത്തിൻ്റെ ഏറ്റവും ചെറിയ കണം. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന 5 ഭൂതങ്ങൾ ചേർന്ന ഏറ്റവും ചെറിയ കണം. പരമാണുവിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് പരമശിവം. പരമശിവം എന്ന് പറഞ്ഞാലോ ഭൂമിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഐശ്വര്യത്തെ ഏകുന്നത്, പരമശിവത്വത്തെ ഏകുന്നത്, അത് പരമശിവൻ, അത് ഈ ഭൂമിയാണ്. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്നിവ ചേർന്ന്, ഈ 5 ചേർന്ന പഞ്ചബന്ധുവാണ്, പഞ്ചബാഹുവാണ്, പഞ്ചമുഖനാണ് ശിവൻ. നമ്മളുടെ ശിവത്വത്തിന്, നമ്മളുടെ ശരീരത്വത്തിന്, നമ്മളുടെ ദേഹത്തിന്, നമ്മളുടെ ദേശത്തിനെല്ലാം കാരണമായിരിക്കുന്ന ആ പരമശിവം എന്ന് പറയുന്നത് ഈ ഭൂമിയാണ്. സ്ഥൂലഗണമായിരിക്കുന്ന പ്രോട്ടോണിലെ ശൈവഗണത്തിൻ്റെ അടിസ്ഥാന ഗണം, ശൈവഗണത്തിൻ്റെ അടിസ്ഥാന ഗണം, ദൃഷ്ടിയിൽ നമുക്ക് അടയാളത്തെ ചെയ്യുന്ന പ്രത്യക്ഷ ഗണം, അതാണ് ശിവം, ശരീരത്തിന് കാരണമായിരിക്കുന്നത്. അതിൽ നിന്നും പരമ വിട്ടുകഴിഞ്ഞാലോ, പരമ എന്ന് പറയുന്ന അവസ്ഥ വിട്ടാലോ, ശ്രേഷ്ഠം എന്ന് പറയുന്ന അവസ്ഥ വിട്ടാലോ, അത് ശവം. മണ്ണ് സമം ശിവൻ, മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറഞ്ഞാൽ അത് പരമശിവം, അത് ചന്ദ്രനാഥനാണ്, ഈ ഭൂമിയാണ്, ജീവധരനാണ്. 7 കടലും 7 കരയും ചേർന്ന അർദ്ധനാരീശ്വരനാണ്. അർദ്ധഭാഗം നരത്താൽ തീർത്ഥത്താൽ നിറഞ്ഞിരിക്കുന്ന, സൂര്യന് ചുറ്റും സദാ ആനന്ദ നടനമാടുന്ന നടരാജനാണ്. ത്രിഗണ വൈഭവത്താൽ, ത്രിമൂർത്തി വൈഭവത്താൽ ഭൂമി പരമശിവനാകുന്നു. ഭൂമി തൃക്കണ്ണുള്ളവനാകുന്നു, ത്രിലോകമുള്ളവനാകുന്നു, ത്രികാലമുള്ളവനാകുന്നു, ത്രിഗുണങ്ങളുള്ളവനാകുന്നു. ഭൂമിക്ക് ഈ ശിവത്വത്തെ നൽകിയിരിക്കുന്നത് ആരാണ്? ഈ പരമശിവത്വത്തിന് കാരണമായിരിക്കുന്നത് പരബ്രഹ്മമാണ്. പരബ്രഹ്മം സൂര്യനാണ്. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾക്ക് കാരണനാകിയാൽ സൂര്യൻ പരബ്രഹ്മമാണ്. പരബ്രഹ്മത്തിനും കാരണം സൂര്യൻ പ്രദക്ഷിണം ചെയ്യുന്ന ബ്രഹ്മമാണ്. ബ്രഹ്മം ബ്ലാക്ക് ഹോളാണ്. മിൽക്കി വേ ഗാലക്സിയുടെ സെൻട്രലിൽ നിൽക്കുന്നതാണ് ബ്രഹ്മം. സൗരവ്യൂഹം പ്രദക്ഷിണം ചെയ്യുന്നത് ബ്രഹ്മത്തെയാണ്. ബ്രഹ്മത്തിനും കാരണമായിരിക്കുന്നത് അപരബ്രഹ്മമാണ്. സർവ്വതും ഭ്രമണ പ്രദക്ഷിണ സ്വഭാവമുള്ളതാണ്. ബ്രഹ്മത്തിനും ഭ്രമണ പ്രദക്ഷിണ സ്വഭാവമുണ്ട്. ബ്രഹ്മവും എന്തിനെ പ്രദക്ഷിണം ചെയ്യുന്നു? അപരബ്രഹ്മത്തെ പ്രദക്ഷിണം ചെയ്യുന്നു. അപരബ്രഹ്മം എന്ന് പറഞ്ഞാലോ അതിന് മേലെ മറ്റൊന്നില്ലാത്തത്. അപ്പോൾ അപരബ്രഹ്മം, അപരബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മം, ബ്രഹ്മത്തിൽ നിന്നും പരബ്രഹ്മം, പരബ്രഹ്മത്തിൽ നിന്നും പരമശിവം, പരമശിവത്താൽ പരമാണു.